നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ ആരോഗ്യരംഗം മികച്ച മാതൃകയാകുന്നുവെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പാലിയേറ്റീവ് കുടുംബ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ജില്ലാ സമ്മേളനവും വനിതാവേദി സമ്മേളനവും സംഘടിപ്പിച്ചു. വാഴത്തോപ്പ് കേരള ബാങ്ക് ആസ്ഥാനത്ത് നടന്ന സമ്മേളന പരിപാടികൾ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എംപി ഉദ്ഘാടനം ചെയ്തു. ട്രാവൻകൂർ കൊച്ചിൻ ടൂറിസം കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡും തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷനും രാജ്യാന്തര ടൂറിസം ദിനം ആഘോഷിച്ചു. ഇതിന്റെ ഭാഗമായി വിനോദസഞ്ചാര യാത്ര നടത്തി. തൊടുപുഴ ഡിവൈഎസ്പി PK സാബു ഫ്ളാഗ് ഓഫ് ചെയ്തു. ദേശീയപാത 85ന്റെ ഭാഗമായ കല്ലാർ പാലത്തിൽ വെള്ളക്കെട്ട് യാത്രക്കാർക്ക് തലവേദനയാകുന്നു. വാഴക്കുളം ചാവറ ഇന്റർനാഷണൽ അക്കാദമിയിൽ 2 ദിവസമായി നടന്നു വന്നിരുന്ന രംഗോത്സവ് 2K25 സമാപിച്ചു. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ ആരോഗ്യരംഗം മികച്ച മാതൃകയാകുന്നുവെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പാലിയേറ്റീവ് കുടുംബ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തടിയമ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ പരിപാടിയിൽ വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ അധ്യക്ഷത വഹിച്ചു. മികവുറ്റ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിന്റെ ആരോഗ്യരംഗം എല്ലാവർക്കും മാതൃകയാകുന്നുവെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പാലിയേറ്റീവ് കുടുംബ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മൂന്ന് വയസ്സ് പ്രായം മുതൽ 103 വയസ്സ് പ്രായമുള്ളവർ വരെ പാലിയേറ്റീവ് പരിചരണത്തിൽ കഴിയുന്നുണ്ട്. കുടുംബസംഗമത്തിൽ ജില്ലാ DTO ഡോക്ടർ ആശിഷ് മോഹൻകുമാർ ക്ഷയരോഗത്തെ സംബന്ധിച്ച് സന്ദേശം നൽകി. പാലിയേറ്റീവ് അംഗമായ 100 വയസ്സ് പ്രായമുള്ള അയ്യപ്പനെയും പാലിയേറ്റീവ് നേഴ്സായ ഷിൻഡുവിനെയും സംഗമത്തിൽ മന്ത്രി ആദരിച്ചു. പാലിയേറ്റീവ് അംഗങ്ങളുടെ വിവിധങ്ങളായ മത്സരങ്ങളും കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടന്നു. സംഗമത്തോടനുബന്ധിച്ച് സൗജന്യമായി ആരോഗ്യ പരിശോധനയും സംഘടിപ്പിച്ചു. സംഗമത്തിൽ പങ്കെടുത്ത എല്ലാ പാലിയേറ്റീവ് അംഗങ്ങൾക്കും സമ്മാനങ്ങളും കൈമാറി. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം സിജി ചാക്കോ, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ആലീസ് ജോസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ഏലിയാമ്മ ജോയ്, വാർഡ് മെമ്പർമാരായ രാജു കല്ലറയ്ക്കൽ, പ്രഭാ തങ്കച്ചൻ, സെലിൻ VM, നിമ്മി ജയൻ, വിൻസെന്റ് വള്ളാടി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആൽബർട്ട് ജെ തോട്ടുപാട്ട്, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, വകുപ്പ് ജീവനക്കാർ, പാലിയേറ്റീവ് അംഗങ്ങൾ, വാഴത്തോപ്പ് സെന്റ് ജോർജ് സ്കൂളിലെ NCC കേഡറ്റുകൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ജില്ലാ സമ്മേളനവും വനിതാവേദി സമ്മേളനവും നടന്നു. വാഴത്തോപ്പ് കേരള ബാങ്ക് ആസ്ഥാനത്ത് നടന്ന സമ്മേളന പരിപാടികൾ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. കേരള ബാങ്ക് ജീവനക്കാരുടെ അവകാശ വിഷയങ്ങളിൽ എന്നും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ഇടുക്കി ജില്ലാ സമ്മേളനവും വനിതാവേദി സമ്മേളനവുമാണ് ബാങ്ക് ആസ്ഥാനത്ത് നടന്നത്. കേരള ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഇപ്പോൾ പിണറായി ഗവൺമെൻറ് 2016 അധികാരത്തിൽ വന്നതിന് ശേഷം ഈ വിധത്തിലുള്ള പല ഭരണഘടനാ മൂല്യങ്ങളെയും നമസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ യോജിക്കാത്ത വിധത്തിലുള്ള പല പ്രവർത്തികളുമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇക്കാലം അത്രയും അതിൻ്റെ ഏറ്റവും വലിയതായ തിക്തഫലം അല്ലെങ്കിൽ ആ തരത്തിലൊരു ഭരണകൂടം പ്രവർത്തിച്ചതിൻ്റെ ദുര്യോഗം അനുഭവിച്ചത് സർക്കാർ ജീവനക്കാരും
ഈ വിധത്തിലുള്ള നമ്മുടെ സംഘടനയുടെ ഭാഗമായിട്ടുള്ള ബാങ്ക് എംപ്ലോയീസ് ഉൾപ്പെടെയുള്ള ആളുകളാണ് എന്നുള്ളത് സംശയമില്ലാത്ത ഒരു വസ്തുതയാണ്. കാരണം സർക്കാർ ജീവനക്കാർ എന്നുള്ള തരത്തിൽ, അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജീവനക്കാർ എന്നുള്ള തരത്തിൽ സർക്കാരിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ നിർത്തിക്കൊണ്ട് വേണ്ടുന്ന ശിക്ഷണ നടപടികൾ സ്വീകരിക്കും എന്നുള്ള ഭീഷണിയോട് കൂടിയിട്ടുള്ള ഇടപെടലുകൾ, ഏകപക്ഷീയമായ പല തീരുമാനങ്ങളും, ആ തീരുമാനങ്ങൾ ഒരുപക്ഷെ ഈ സംവിധാനത്തെ തന്നെ തകർക്കുന്ന തരത്തിലാണ് എങ്കിലും രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അവരെ അനുകൂലിക്കുന്ന ആളുകൾ അതാണ് ശരി എന്ന് പറയുക വഴിയായി. വർക്കിംഗ് പ്രസിഡന്റ് ബിനു ജോസഫ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി കെ ഡി അനിൽകുമാർ സംഘടനയുടെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ദീർഘകാലത്തെ സേവനത്തിന് ശേഷം ജോലിയിൽ നിന്നും വിരമിച്ചവരെയും ജീവനക്കാരുടെ മക്കളിൽ ഉന്നത വിജയം കൈവരിച്ചവരെയും KPCC എക്സിക്യൂട്ടീവ് അംഗം AP ഉസ്മാൻ ആദരിച്ചു. DCC ജനറൽ സെക്രട്ടറി MD അർജുനൻ, INTUC ജില്ലാ സെക്രട്ടറി KM ജലാലുദ്ദീൻ, കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം ടുബി ജോസഫ്, വനിതാവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി രമ്യ M, ജില്ലാ പ്രസിഡന്റ് പ്രമീള സാജൻ, സെക്രട്ടറി സലീന PK, ആശ CS, നഹാസ് P സലീം, ബിജു മാത്യു, AP ബേബി, CP സലീം ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു. കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പദയാത്ര സംഘടിപ്പിച്ചു. കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മഞ്ജുഷ് മാത്യു നയിച്ച പദയാത്ര കരിമ്പനിൽ നിന്ന് ആരംഭിച്ച് ചെറുതോണിയിൽ സമാപിച്ചു. സമാപന സമ്മേളനം അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. ഭൂനിയമ ഭേദഗതിയിലെ അപാകതകൾ പരിഹരിക്കുക, വന്യജീവി അക്രമങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുക, CHR പ്രശ്നം പരിഹരിക്കുക, ഇടത് സർക്കാർ പ്രഖ്യാപിച്ച 10,000 കോടി രൂപയുടെ ഇടുക്കി പാക്കേജ് നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി പദയാത്ര സംഘടിപ്പിച്ചത്. കരിമ്പനിൽ നിന്ന് ആരംഭിച്ച പദയാത്രയുടെ ഉദ്ഘാടനം കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മഞ്ജുഷ് മാത്യുവിന് പതാക കൈമാറിക്കൊണ്ട് AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി നിർവഹിച്ചു. കടന്നുവന്നുകൊണ്ടിരിക്കുന്നു. ആരാധനായ പ്രസിഡന്റ് നയിക്കുന്ന ഈ പദയാത്രയിൽ ഇടുക്കിയുടെ പ്രിയങ്കരനായ MP ശ്രീ ഡീൻ കുര്യാക്കോസ്, ഏറെ പ്രിയങ്കരനായ AICC കർഷക കോൺഗ്രസിന്റെയും നിരവധി പ്രവർത്തകർ പങ്കെടുത്ത പദയാത്രയുടെ ചെറുതോണിയിലെ സമാപന സമ്മേളനം അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. ഭൂപരിഷ്കരണ നിയമത്തിലൂടെയും ചട്ടം ഭേദഗതിയിലൂടെയും ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ ഏറ്റവും അധികം ദ്രോഹിക്കുന്ന നടപടികളാണ് പിണറായി വിജയൻ സർക്കാർ ഓണസമ്മാനമായി ഇടുക്കിക്ക് നൽകിയിട്ടുള്ളത് എന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. ഒരു തെരഞ്ഞെടുപ്പിലെ അവസരത്തിന് വേണ്ടി ചെന്നായിയുടെ കുപ്പായം അണിഞ്ഞ് ഇടുക്കിയുടെ മണ്ണിൽ വന്ന് ഈ മണ്ണിന്റെ രക്ഷകൻ ഞാനാണ് എന്ന് പറഞ്ഞ് ആ തെരഞ്ഞെടുപ്പിൽ വോട്ട് വാങ്ങി ജയിച്ച് ഡീൻ കുര്യാക്കോസിനെ പരാജയപ്പെടുത്തി പാർലമെന്റിൽ പോയ ആളുകൾ 5 വർഷം പാർലമെന്റിൽ ഇരുന്നു. ഞാൻ ചോദിക്കട്ടെ, ആ കരട് വിജ്ഞാപനം UPA സർക്കാരിന്റെ കാലത്തിറക്കിയ, ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലത്തിറങ്ങിയ ആ കരട് വിജ്ഞാപനത്തിൽ ഒരു കുത്തും കോമയും മാറ്റാൻ സാധിച്ചില്ല എന്നതാണ് സത്യം. ഞാൻ ചോദിക്കട്ടെ, ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർക്ക് ഇതിന് മറുപടി പറയാൻ കഴിയുമോ? ഇടുക്കി ജില്ലയിലെ 13 വില്ലേജുകൾക്ക് മാത്രം എന്ത് പ്രത്യേകതയാണ് നിങ്ങൾ കണ്ടത്? എന്ത് നിയമപരമായ വ്യത്യാസമാണ് നിങ്ങൾ കണ്ടത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയമം നടപ്പിലാക്കാൻ സർക്കാരിന് അവകാശമില്ല എന്നും ഈ നിയമത്തെ ഈ നിലയിൽ വ്യാഖ്യാനിക്കുന്നത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇനി അഥവാ അങ്ങനെ നിയമം വ്യാഖ്യാനിച്ചാൽ ഇടുക്കിയിലെ ജനങ്ങൾക്ക് മാത്രമായി നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് നിയമവിരുദ്ധമാണ് എന്ന് ഹൈക്കോടതിയിൽ ഞാൻ വാദിച്ചു എന്നത് ശരിയാണ്. ഡീൻ കുര്യാക്കോസ് MP മുഖ്യപ്രഭാഷണം നടത്തി. കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജാഥ ക്യാപ്റ്റൻ മഞ്ജുഷ് മാത്യു കർഷക കോൺഗ്രസിന്റെ നിലപാടുകൾ വ്യക്തമാക്കി. ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ടോമി പാലക്കിൽ അധ്യക്ഷത വഹിച്ചു. UDF ചെയർമാൻ ജോയി വെട്ടിക്കുഴി, KPCC ഭാരവാഹികളായ തോമസ് രാജൻ, അഡ്വക്കേറ്റ് MN ഗോപി, റോയി കെ പൗലസ്, AP ഉസ്മാൻ, അഡ്വക്കേറ്റ് ജോയി തോമസ്, DCC ജനറൽ സെക്രട്ടറി MD അർജുനൻ, കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി KM എബ്രഹാം, നേതാക്കളായ ജോയി വർഗീസ്, സൂട്ടർ ജോർജ്, തങ്കച്ചൻ കാരക്കാവയലിൽ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു. ട്രാവൻകൂർ കൊച്ചിൻ ടൂറിസം കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡും തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷനും സംയുക്തമായി രാജ്യാന്തര ടൂറിസം ദിനം ആഘോഷിച്ചു. ഇതിന്റെ ഭാഗമായി വിനോദസഞ്ചാര യാത്ര നടത്തി. തൊടുപുഴ DYSP PK സാബു വിനോദസഞ്ചാര യാത്രയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ട്രാവൻകൂർ കൊച്ചിൻ ടൂറിസം കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡും തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷനും രാജ്യാന്തര ടൂറിസം ദിനം ആഘോഷിച്ചു. ഇതിന്റെ ഭാഗമായി വിനോദസഞ്ചാര യാത്ര നടത്തി. മങ്ങാട്ടുകവലയിൽ നിന്ന് യാത്ര തിരിച്ച വിനോദസഞ്ചാര സംഘത്തിന്റെ യാത്രയ്ക്ക് തൊടുപുഴ DYSP PK സാബു ഫ്ളാഗ് ഓഫ് ചെയ്തു. ഈ യാത്രയ്ക്ക് ആദ്യമായി തന്നെ എല്ലാ ആശംസകളും നേരുകയാണ്. ഞാനൊരു 3 വർഷം അടിമാലി ചെയ്യുകയായിരുന്നു. അപ്പൊ ഇടുക്കിയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളും
ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. അന്വേഷണ യാത്രകളാണെങ്കിലും അല്ലാതെ ഒളിച്ചുള്ള യാത്രകളാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഇടുക്കിയുടെ സൗന്ദര്യ ധോരണിയിൽ അലിഞ്ഞു കയറാൻ എനിക്ക് ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. If there is paradise on the earth, it is this എന്ന് മുഗൾ ചക്രവർത്തി കാശ്മീരിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞതുപോലെ ഇടുക്കിയുടെ സൗന്ദര്യത്തെ അതേപോലെ വർണ്ണിക്കാതിരിക്കാൻ പറ്റില്ല. ഒരു ഭാഗത്ത് മഞ്ഞും മലനിരകളും നീല ആകാശവും ചേർന്ന സുന്ദരമായ പ്രകൃതി, ചിലപ്പോൾ മഞ്ഞിൽ ഒളിക്കാൻ പറ്റുന്ന കാലാവസ്ഥ, അങ്ങനെ ഇടുക്കിയുടെ പ്രകൃതി വൈവിധ്യങ്ങൾ വിഭിന്നമാണ്. അപ്പൊ അതിലേക്ക് ആളുകളെ ആകർഷിക്കുവാനും അവരുടെ മനസ്സിനെ എക്സ്പ്ലോർ ചെയ്യുവാനും ടൂറിസത്തിന്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുവാനും ഈ ദിനം പ്രയോജനപ്രദമാകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ. ഉപ്പുകുന്ന് പൈതൃക മ്യൂസിയം, തേയിലത്തോട്ടം അരുവിപ്പാറ, ട്വിലൈറ്റ് വവ്വ, സന്ധ്യാനേരത്തെ ഗാലക്സി പോയിന്റ് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി. ചടങ്ങിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇന്ദു സുധാകരൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് രാജു തരണിയിൽ, സെക്രട്ടറി CK നവാസ്, ടൂർകോ സെക്രട്ടറി KV ഫ്രാൻസിസ്, മർച്ചന്റ്സ് ക്ലബ് പ്രസിഡന്റ് ഷെറീഫ് സർഗം എന്നിവർ പങ്കെടുത്തു. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നമ്മളെല്ലാവരും അഭിമാനിക്കുന്ന 14 ജില്ലകളിലും ടൂറിസത്തിൻ്റെതായിട്ടുള്ള മഹാത്മ്യത്തെ എന്നും വിളിച്ചോതുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കേരളത്തിന്റെ മറ്റ് ജില്ലകളിലേക്ക് പോകുന്നതിന് മുൻപായി നമ്മുടെ ജില്ലയെക്കുറിച്ച് ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ജില്ലയിൽ ടൂറിസം നടത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചെല്ലാം ഇവിടെ കൂടിയിരിക്കുന്നതായിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും അറിയാം. പക്ഷെ നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ടൂറിസം വളർന്നു കഴിഞ്ഞാൽ നമ്മുടെ നാടിന് സാമ്പത്തികവും സാംസ്കാരികവും ഉന്നമനത്തിൻ്റെതായിട്ടുള്ള ഒരു ലക്ഷ്യബോധത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അൽ-നസർ മെഡിക്കൽ കോളേജ് ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ലോക ഹൃദയാരോഗ്യ ദിനം ആചരിച്ചു. മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് ഉദ്ഘാടനം ചെയ്തു. മങ്ങാട്ടുകവല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികളുടെ ഭാഗമായി വിവിധ ബോധവൽക്കരണ ക്ലാസുകളും കലാപരിപാടികളും നടത്തി. അൽ-നസർ മെഡിക്കൽ കോളേജ് ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ലോക ഹൃദയാരോഗ്യ ദിനം 2025 ആഘോഷങ്ങൾ മങ്ങാട്ടുകവല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് നിർവഹിച്ചു. തീർച്ചയായും വളരെ സന്തോഷമുണ്ട്. ലോക ഹൃദയ ദിനത്തിൻ്റെ പ്രാധാന്യം നമുക്കറിയാം. ലോകമെമ്പാടും ഈ ഒരു ദിവസം ആഘോഷിക്കുകയാണ്. ഹൃദയദിനത്തെ സംബന്ധിച്ച് അതിൻ്റെ ആഘോഷത്തിൻ്റെയും പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്കറിയാം. ആരോഗ്യമുള്ള ഒരു ഹൃദയം ഏതൊരു മനുഷ്യനും ഏതൊരു ജീവിയെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ശരീരത്തിലെ ഒരു അവയവമാണ് ഹൃദയം. ആ ഹൃദയത്തെ ഏറ്റവും ആരോഗ്യത്തോടുകൂടി പരിപാലിക്കാൻ അവനവൻ തന്നെ തീരുമാനിച്ചാൽ മാത്രമേ സാധിക്കൂ. ഹൈഡ്രജൻ ബലൂൺ പറത്തിവിട്ട് ഹൃദയാരോഗ്യത്തിന്റെ സന്ദേശം പങ്കുവച്ചു. തുടർന്ന് ബോധവൽക്കരണ സെഷനും സംവാദവും നടന്നു. ഡോൺ മിസ് എ ബീറ്റ് എന്ന വിഷയത്തിൽ സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ മുഹമ്മദ് സലീം PH ഹൃദയാരോഗ്യ പ്രഭാഷണം നടത്തി. പൊതുജനങ്ങളിൽ ഹൃദയത്തിൻ്റെ അസുഖത്തെക്കുറിച്ചും ഹൃദയത്തിൻ്റെ ആരോഗ്യം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നതിനെക്കുറിച്ചും ഒരു അവബോധം ഉണ്ടാക്കാനും അറിവുണ്ടാക്കാനും വേണ്ടിയാണ് ഈ വേൾഡ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. മെയിൻലി ഇതുകൊണ്ട് തന്നെ നമുക്ക് കാർഡിയോവാസ്കുലർ ഡിസീസ് അല്ലെങ്കിൽ ഹാർട്ടിന് വരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്, അതിനെ നമുക്ക് എങ്ങനെ നമുക്ക് അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ്, എന്തുകൊണ്ടാണ് ഈ ഹാർട്ടിൻ്റെ അസുഖങ്ങൾ വരുന്നത്, അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ആ റിസ്ക് ഫാക്ടേഴ്സിനെ എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം, കുറയ്ക്കാൻ പറ്റും. പരിപാടിയുടെ ഭാഗമായി നിരവധി കലാപരിപാടികളും അരങ്ങേറി. സിനിമാ താരം സാരംഗി ശ്യാം അവതരിപ്പിച്ച നൃത്തം, സൂംബ സെഷൻ തുടങ്ങിയ പരിപാടികൾ ഏവരുടെയും ശ്രദ്ധ ആകർഷിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ദേശീയപാത 85ന്റെ ഭാഗമായ കല്ലാർ പാലത്തിൽ വെള്ളക്കെട്ട് യാത്രക്കാർക്ക് തലവേദനയാകുന്നു. മഴ പെയ്തതോടെ പാലത്തിലൂടെ മുട്ടൊപ്പം വെള്ളത്തിൽ യാത്ര ചെയ്യേണ്ടുന്ന ഗതികേടിലാണ് വാഹനയാത്രികരും കാൽനട യാത്രികരും. പാലത്തിൽ രൂപം കൊണ്ടിട്ടുള്ള കുഴികൾ അപകട സാധ്യതയും ഉയർത്തുന്നു. ദേശീയപാത 85ന്റെ ഭാഗമായ കല്ലാർ പാലത്തിലാണ് മഴ പെയ്യുന്നതോടെ ഉണ്ടാകുന്ന വലിയ വെള്ളക്കെട്ട് കാൽനട യാത്രികർക്കും വാഹനയാത്രികർക്കും ഒരേപോലെ പ്രതിസന്ധിയാകുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി പാലത്തിലെ ഈ വെള്ളക്കെട്ട് പരിഹാരമില്ലാത്ത പ്രശ്നമായി തുടരുന്ന സ്ഥിതിയുണ്ട്. കല്ലും മണ്ണും ഒഴുകി വന്നടിഞ്ഞതോടെ പാലത്തിൽ നിന്നും മഴവെള്ളം ഒഴുകി പോകുവാനുള്ള ദ്വാരങ്ങൾ അടഞ്ഞുപോയതാണ് വെള്ളക്കെട്ടിന് ഇടവരുത്തുന്നത്. കൃത്യമായ ഓടകളുടെ അഭാവത്താൽ ദേശീയപാതയിലൂടെ ഒഴുകി വരുന്ന വെള്ളം പാലത്തിന് മുകളിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. മഴ പെയ്യുമ്പോൾ ഇതും പ്രതിസന്ധിയാകുന്നു. പാലത്തിലെ കോൺക്രീറ്റ് ഇളകി പല ഭാഗങ്ങളിലും
ചുറ്റിലും വലിയ കുഴികൾ രൂപം കൊണ്ടിട്ടുണ്ട്. വെള്ളം നിറഞ്ഞു കിടക്കുമ്പോൾ കുഴി അറിയാതെ എത്തുന്ന വാഹനങ്ങൾ വേഗതയിൽ വരികയും കുഴിയിൽ ചാടുകയും ചെയ്യുന്നത് അപകടങ്ങൾക്ക് ഇടവരുത്തുന്നു. അധികവും ഇരുചക്ര വാഹന യാത്രികരാണ് അപകടത്തിൽപ്പെടുന്നത്. കുഴികളിൽ ചാടി ചെറുവാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും ആവർത്തിക്കുന്നുണ്ട്. മഴ പെയ്തു തോരുന്നതോടെ പാലമാകെ ചെളിക്കുണ്ടായി മാറും. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കാൽനട യാത്രികരുടെ ദേഹത്ത് ചെളി തെറിക്കുന്നത് വാക്ക് തർക്കങ്ങൾക്കും ഇടവരുത്തുന്നുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായി നിലനിൽക്കുന്ന കല്ലാർ പാലത്തിലെ ഈ പ്രശ്നത്തിന് പരിഹാരം വേണമെന്നതാണ് ആവശ്യം. 27ാമത് റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിന് തൊടുപുഴയിൽ തുടക്കമായി. TMUP സ്കൂളിലെ റോളർ സ്കേറ്റിംഗ് റിംഗിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. മത്സരത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് നിർവഹിച്ചു. അഡ്വക്കേറ്റ് ജോയി തോമസിനെ ചടങ്ങിൽ മൊമന്റോ നൽകി ആദരിച്ചു. 27ാമത് റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിന് തൊടുപുഴയിൽ തുടക്കമായി. TMUP സ്കൂളിലെ റോളർ സ്കേറ്റിംഗ് റിംഗിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. മത്സരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് നിർവഹിച്ചു. നമ്മുടെ ജില്ലയിൽ നിന്ന് നിരവധിയായ കുട്ടികളെ നമുക്ക് ജില്ലാ, സംസ്ഥാന, നാഷണൽ ചാമ്പ്യൻഷിപ്പുകളിലൊക്കെ പങ്കെടുപ്പിക്കാൻ സാധിക്കുന്നത് ഇതുപോലെയുള്ള ഒരു സൗകര്യം നമുക്കിവിടെ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം. തൊടുപുഴ നഗരസഭയുടെ പാർക്കിൽ കുറേ നാൾ ചുരുങ്ങിയ ഒരു സൗകര്യത്തിലായിരുന്നു അന്ന് കുട്ടികൾക്കായി കോച്ചിങ് കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് വിശാലമായ സൗകര്യത്തോടു കൂടി ഇവിടെ നിങ്ങൾക്ക് വേണ്ട ട്രെയിനിങ് ലഭ്യമാവുന്നു. അതുപോലെ തന്നെ ജില്ലയ്ക്ക് അഭിമാനമായ നിരവധിയായ നേട്ടങ്ങളൊക്കെ കൈവരിക്കുന്നതിന് ഇവിടെ ട്രെയിനിങ് ലഭിച്ച നമ്മുടെ കുട്ടികൾക്ക് സാധ്യമാകുന്നു എന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. തീർച്ചയായും ഈ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും തുടർന്നുള്ള മുൻപോട്ടുള്ള ഒരു വിജയം സുനിശ്ചിതമാകട്ടെ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് ആശംസ നൽകാനുള്ളത്. കഴിഞ്ഞ 12 വർഷമായി ഇടുക്കി ജില്ലാ റോളർ സ്കേറ്റിംഗ് അസോസിയേഷനെ നയിക്കുന്ന അഡ്വക്കേറ്റ് ജോയി തോമസിനെ ചടങ്ങിൽ മൊമന്റോ നൽകി ആദരിച്ചു. സ്പോർട്സ് കൗൺസിൽ നോമിനി കെ ശശിധരൻ, സ്പോർട്സ് കൗൺസിൽ മെമ്പർ റഫീഖ് പള്ളത്തുപറമ്പിൽ, ഇടുക്കി ജില്ലാ റോളർ സ്കേറ്റിംഗ് അസോസിയേഷൻ സെക്രട്ടറി സാബു MR തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ജില്ലാ മത്സരങ്ങളിൽ വിജയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നവംബറിൽ പെരുമ്പാവൂരിൽ നടക്കുന്ന സംസ്ഥാന മത്സരത്തിലേക്ക് സെലക്ഷൻ ലഭിക്കും. റോഡ് മത്സരങ്ങൾ ഞായറാഴ്ച രാവിലെ മാരിയിൽ കലുക്ക് കാഞ്ഞിരമറ്റം ബൈപ്പാസ് റോഡിൽ സംഘടിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വന്യമൃഗശല്യത്തിനെതിരെ പ്രതിഷേധ സദസ്സ് നടത്തി ഗ്രീൻ വിഷൻ കേരള. ചേലാട് ജംഗ്ഷനിൽ നടന്ന സമ്മേളനം ഓൾ കേരള കാത്തലിക് കോൺഗ്രസ് കോതമംഗലം രൂപതാ പ്രസിഡന്റ് സണ്ണി കടുത്താഴെ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ഗ്രീൻ വിഷൻ കേരള സംസ്ഥാന ട്രഷറർ ജിജി പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. കോതമംഗലം മേഖലയിലെ വർദ്ധിച്ചു വരുന്ന വന്യമൃഗ ശല്യത്തിനെതിരെ പ്രതിഷേധ സദസ് നടത്തി സാമൂഹ്യ സംഘടന ഗ്രീൻ വിഷൻ കേരള. ചേലാട് ജംഗ്ഷനിൽ നടന്ന സമ്മേളനം ഓൾ കേരള കാത്തലിക് കോൺഗ്രസ് കോതമംഗലം രൂപതാ പ്രസിഡന്റ് സണ്ണി കടുത്താഴെ ഉദ്ഘാടനം ചെയ്തു. വന്യമൃഗങ്ങൾ കാടുവിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയാൻ സർക്കാർ സത്വര നടപടികൾ സ്വീകരിക്കണമെന്നും മനുഷ്യരുടെ സ്വത്തിനും ജീവനും കൃഷിക്കും സംരക്ഷണം നൽകാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഏതു സമയത്തും റോഡിലൂടെ കാട്ടാന കയറും, റോഡിൽ മാർഗതടസ്സമുണ്ടാകും, ആക്രമണം ഉണ്ടാകുമെന്ന ഭീതിയോടെയാണ് നമ്മളൊക്കെ യാത്ര ചെയ്യുന്നത്. കൃഷി നശിപ്പിക്കുന്നത് കൂടാതെ ആളുകളെ ആക്രമിക്കുകയും നിരവധി പേരെ കൊലപ്പെടുത്തുകയും ചെയ്ത ദാരുണമായ സംഭവങ്ങൾ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഈ കാട്ടാന ആക്രമണം വഴി നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ കാട്ടുപന്നിയുടെയും കുരങ്ങിന്റെയൊക്കെ കടന്നുകയറ്റം മൂലം കൃഷി മുഴുവൻ നഷ്ടത്തിലായി, കൃഷി മുഴുവൻ നശിച്ചുപോയ ഗതികെട്ട ഒരവസ്ഥയിലാണ് കർഷകർ ഇവിടെ ജീവിക്കുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പറയുന്നത് കാട്ടാനയും കാട്ടുപോത്തും കാട്ടുപന്നിയും കുരങ്ങും മയിലും മലയണ്ണാനുമെല്ലാം കർഷകന്റെ കൃഷിയിടത്തിൽ കയറി ആക്രമണം അഴിച്ചുവിടുമ്പോഴും കൃഷിക്കാരനോട് ജീവിക്കുവാൻ ഒരു സാഹചര്യമില്ലാത്ത അവസ്ഥയിലേക്ക്, ഗതികളിലേക്ക് കൃഷിക്കാരെ തള്ളിവിടുമ്പോഴും വനം വകുപ്പുകാരും അധികൃതരും പുലർത്തുന്ന നിസ്സംഗതയാണ് നമ്മളെ ഏറ്റവും അധികം ഭയപ്പെടുത്തുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.
യോഗത്തിൽ ഗ്രീൻ വിഷൻ കേരള സംസ്ഥാന ട്രഷറർ ജിജി പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ഗ്രീൻ വിഷൻ കേരള സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ജെയിംസ് കോറമ്പൽ മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്ക് പ്രസിഡന്റ് മാത്യൂസ് നിരവത്ത് ആമുഖ പ്രഭാഷണം നടത്തി. ബിജു വെട്ടിക്കുഴ, ജോയി പടയാട്ടിൽ, വിജോയ് പുളിക്കൽ, AC രാജശേഖരൻ, റെജി ജോർജ്, സജി തെക്കേക്കര എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാന സെക്രട്ടറി ജോൺസൺ കറുകപ്പള്ളിൽ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ജോസഫ് ആന്റണി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കാളിയാർ എസ്റ്റേറ്റ് റോഡിന് ശാപമോക്ഷം. ഒരു വർഷമായി റോഡിന് ഇരുവശവും വളർന്നുനിന്ന ആനക്കാടുകൾ വെട്ടിത്തെളിച്ച് വാഹനയാത്രികർ നേരിടുന്ന ബുദ്ധിമുട്ടുകളും അപകട സാധ്യതയെക്കുറിച്ചുമുള്ള BBC ന്യൂസ് റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. വാഴക്കുളം ചാവറ ഇന്റർനാഷണൽ അക്കാദമിയിൽ 2 ദിവസമായി നടന്നു വന്നിരുന്ന രംഗോത്സവ് 2K25 സമാപിച്ചു. ജില്ലയിലെ 21 ICSE സ്കൂളുകളിലെ 1000-ഓളം വിദ്യാർത്ഥികൾ 32 മത്സര ഇനങ്ങളിൽ മാറ്റുരച്ചു. വാഴക്കുളം ചാവറ ഇന്റർനാഷണൽ അക്കാദമിയിൽ 2 ദിവസമായി നടന്നു വന്നിരുന്ന രംഗോത്സവ് 2K25 സമാപിച്ചു. ജില്ലയിലെ 21 ICSE സ്കൂളുകളിലെ 1000-ഓളം വിദ്യാർത്ഥികൾ 32 മത്സര ഇനങ്ങളിലായി മാറ്റുരച്ചു. സ്കൂൾ മാനേജർ ഫാദർ തോമസ് മഞ്ഞക്കുന്നിൽ തിരിതെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ച ഫെസ്റ്റിന്റെ സമാപന സമ്മേളനത്തിൽ ഫാദർ ബിജു വെട്ടുകലിൽ CMI വിശിഷ്ട അതിഥിയായിരിക്കുമെന്ന് പ്രിൻസിപ്പൽ ഫാദർ ഡിനോ കള്ളിക്കാട്ട് CMI അറിയിച്ചു. വൈസ് പ്രിൻസിപ്പൽ ജിത്തു ജോർജ് തൊട്ടിയിൽ, PTA പ്രസിഡന്റ് ജൂബി ഐസക്, അഞ്ജലി ജയദേവ് എന്നിവർ നേതൃത്വം നൽകി. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ 2 ദിവസമായി ചാവറ ഇന്റർനാഷണൽ അക്കാദമിയിൽ ASISയുടെ കൾച്ചറൽ ഫെസ്റ്റായ രംഗോത്സവ് 2025 അരങ്ങേറ്റപ്പെടുകയായിരുന്നു. ഏകദേശം 22ഓളം സ്കൂളുകൾ, എറണാകുളം ജില്ലയിൽ നിന്നുള്ള സ്കൂളുകൾ, അതിലെ വിവിധ കുട്ടികളാണ് വിവിധ ഇനങ്ങളിൽ ഇവിടെ വന്ന് മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത്. ഇന്നലത്തെ ഉദ്ഘാടന ദിവസത്തില് ബഹുമാനപ്പെട്ട തോമസ് മഞ്ഞക്കുന്നേൽ അച്ഛൻ ഉദ്ഘാടനം ചെയ്യുകയും ഇന്നേ ദിവസം ഇത് സമാപിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ബിജു വെട്ടുകലയിൽ അച്ഛൻ ഇതിന്റെ സമാപന സന്ദേശം നൽകി കുട്ടികളെ അവർക്ക് അർഹമായ ട്രോഫികൾ നൽകി അവരെ ആദരിക്കുകയും ചെയ്യുന്ന ദിവസമാണ് ഇന്ന്. ഇതിന്റെ വിജയത്തിനായി പങ്കാളിച്ച എല്ലാ വ്യക്തികളോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. കാലങ്ങളായി തകർന്നു കിടക്കുകയാണ് ഊന്നുകൽ അടിമാലി സംസ്ഥാന പാത. റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് നിരവധി പരാതികൾ ഉയർന്നിട്ടും ഉദ്യോഗസ്ഥർ ചെറിയ പാച്ച് വർക്കുകൾ നടത്തി തടി തപ്പുകയാണ് ചെയ്യുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. റീടാറിംഗ് വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. കാലങ്ങളായി തകർന്നു കിടക്കുകയാണ് ഊന്നുകൽ അടിമാലി സംസ്ഥാന പാത. ഇടുക്കിയുടെ മലയോര മേഖലയെ തൊടുപുഴയും കോട്ടയം എറണാകുളവുമൊക്കെയായി ബന്ധിപ്പിക്കുന്ന ഈ റോഡിന്റെ ശോചനീയ അവസ്ഥയെക്കുറിച്ച് നിരവധി പരാതികളാണുള്ളത്. ഇതിൽ കുമാരമംഗലം മുതൽ കലൂർ വരെയുള്ള ഭാഗമാണ് ഏറെ ശോചനീയം. കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും തൊടുപുഴയിലെയും എറണാകുളത്തെയും സ്വകാര്യ ആശുപത്രികളിലേക്കും രോഗികളുമായി ആംബുലൻസുകൾ നിരന്തരം പോകുന്ന പാത കൂടിയാണിത്.
വീതി കുറവും വളവുകളും മൂലയും ഇവിടെ അപകടങ്ങളും നിത്യസംഭവമാണ്. പരാതികൾ ഉയരുമ്പോൾ ഉദ്യോഗസ്ഥർ ചെറിയ പാച്ച് വർക്കുകൾ നടത്തി തടുത്തപ്പുകയാണ് ചെയ്യുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഇത് ഫലപ്രദമല്ലെന്നും റീടാറിംഗ് വേണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ലയൺസ് ക്ലബ് ഓഫ് വണ്ണപ്പുറത്തിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷവും ഇൻഡക്ഷൻ സെറിമണിയും സംഘടിപ്പിച്ചു. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MA ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് ജോബി ജോർജ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ റീജിയൻ ചെയർപേഴ്സൺ ഡോക്ടർ ബിനോയ് ഭാസ്കർ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നിർവഹിച്ചു. ലയൺസ് ക്ലബ് ഓഫ് വണ്ണപ്പുറം ഓണം സെലിബ്രേഷനും ഇൻഡക്ഷൻ സെറിമണിയും സംഘടിപ്പിച്ചു. പ്രസിഡന്റ് ജോബി ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ റീജിയൻ ചെയർപേഴ്സൺ ഡോക്ടർ ബിനോയ് ഭാസ്കർ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നിർവഹിച്ചു. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MA ചടങ്ങിന്റെ ഔപചാരിക ഉദ്ഘാടനവും ഓണസന്ദേശവും നൽകി. ഷാർലറ്റ് റോബിൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ടിൻഡു അനീഷ് ആമുഖാവതരണവും ഡോക്ടർ മഞ്ജു സജിത് കൃതജ്ഞതയും അറിയിച്ചു. ഇത്രയധികം പ്രോഗ്രാംസ് ഈ വർഷം നടക്കാനുണ്ട്, കുറേയൊക്കെ നടന്നു പോകുന്നുണ്ടതിനൊപ്പം തന്നെ ഇതിലെല്ലാം ലയൺസ് ക്ലബ് ഓഫ് വണ്ണപ്പുറത്തിൻ്റെ സാന്നിധ്യവും പങ്കാളിത്തവും ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ എനിക്ക് തോന്നുന്നു ലയൺസ് ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ നടന്നിട്ടുള്ള ഇൻഡക്ഷൻ പ്രോഗ്രാം ഇതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ശരണ്യയ്ക്കും ഒരു നന്ദി, പ്രത്യേകിച്ച് ആ ഒരു നല്ല വാക്കുകൾക്കും ലയൺസ് ക്ലബിൻ്റെ ഈ ഒരു ഓണനിലാവിൽ പങ്കെടുക്കുവാൻ ക്ഷണിച്ചതിനുള്ള നന്ദിയും PSTക്കും എല്ലാം രേഖപ്പെടുത്തിക്കൊണ്ട് ആ ഓണാഘോഷങ്ങൾ നന്നാവട്ടെ. തുടർന്ന് മത്സരങ്ങളുടെ സമ്മാനദാനവും നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിന്റെ ആരോഗ്യരംഗം മികച്ച മാതൃകയാകുന്നുവെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പാലിയേറ്റീവ് കുടുംബ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ജില്ലാ സമ്മേളനവും വനിതാവേദി സമ്മേളനവും സംഘടിപ്പിച്ചു. വാഴത്തോപ്പ് കേരള ബാങ്ക് ആസ്ഥാനത്ത് നടന്ന സമ്മേളന പരിപാടികൾ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. ട്രാവൻകൂർ കൊച്ചിൻ ടൂറിസം കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡും തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷനും രാജ്യാന്തര ടൂറിസം ദിനം ആഘോഷിച്ചു. ഇതിന്റെ ഭാഗമായി വിനോദസഞ്ചാര യാത്ര നടത്തി. തൊടുപുഴ DYSP PK സാബു ഫ്ളാഗ് ഓഫ് ചെയ്തു. ദേശീയപാത 85ന്റെ ഭാഗമായ കല്ലാർ പാലത്തിൽ വെള്ളക്കെട്ട് യാത്രക്കാർക്ക് തലവേദനയാകുന്നു. വാഴക്കുളം ചാവറ ഇന്റർനാഷണൽ അക്കാദമിയിൽ 2 ദിവസമായി നടന്നു വന്നിരുന്ന രംഗോത്സവ് 2K25 സമാപിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.